എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് എക്സാമാണ്. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ പദ്ധതി ഏതാണ്? മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വിമുക്തി. വിമുക്തിയാണ് മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ പദ്ധതി. കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, MP രാജേഷ്. MP രാജേഷാണ് കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി. വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ. വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി കൺവീനർ ആരാണ്? വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി കൺവീനർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സംസ്ഥാന നികുതി വകുപ്പ് സെക്രട്ടറി. സംസ്ഥാന നികുതി വകുപ്പ് സെക്രട്ടറിയാണ് വിമുക്തി മിഷന്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി കൺവീനർ. വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച നൂതന ആശയം. വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച നൂതന ആശയം. ആൻസർ ഓപ്ഷൻ എ, റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്. റൺ എഗെയിൻസ്റ്റ് ഡ്രഗ് ആണ് വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച നൂതന ആശയം. വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മമ്മൂട്ടി. മമ്മൂട്ടിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കുക. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കുക എന്നതാണ് യെല്ലോ ലൈൻ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആണ് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതി. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടി ഏതാണ്? മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മറികടക്കാൻ
സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സുബോധം. സുബോധമാണ്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടി. ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ യോദ്ധാവ്. യോദ്ധാവാണ്. ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കോട്ടയം. കോട്ടയമാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല. വിമുക്തി പദ്ധതി ആരംഭിച്ച വർഷം. വിമുക്തി പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2016. 2016 വിമുക്തി പദ്ധതി ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയ വർഷം ഏതാണ്? പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1999 ജൂലൈ 12. 1999 ജൂലൈ 12 പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയത്. NDPS ആക്ട് നിലവിൽ വന്ന വർഷം. NDPS ആക്ട് നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ 1985. 1985 NDPS ആക്ട് നിലവിൽ വന്നത്. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വർഷം. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ആൻസർ ഓപ്ഷൻ ഡി 2003 മെയ് 18. 2003 മെയ് 18 കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത്. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന വർഷം ഏതാണ്? കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2000. 2000 ഒക്ടോബർ 21 കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്നത്. കൊല്ലം ജില്ലയിലാണ് കല്ലുവാതുക്കൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം. ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം. ആൻസർ ഓപ്ഷൻ സി 1985. 1985 ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ചത്. ലഹരിമരുന്നിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? ലഹരിമരുന്നിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അഥർവവേദം. അഥർവവേദമാണ് ലഹരിമരുന്നിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം. കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തം നടന്ന വർഷം ഏതാണ്? കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2010. 2010 സെപ്റ്റംബറിലാണ് കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തം നടന്നത്. മലപ്പുറം ജില്ലയിലാണ്
കുറ്റിപ്പുറം സ്ഥിതി ചെയ്യുന്നത്? വാളയാർ മദ്യദുരന്തം നടന്ന വർഷം ഏതാണ്? വാളയാർ മദ്യദുരന്തം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2020. 2020 വാളയാർ മദ്യദുരന്തം നടന്നത്. പാലക്കാട് ജില്ലയിലാണ് വാളയാർ സ്ഥിതി ചെയ്യുന്നത്. വൈപ്പിൻ വിഷമദ്യ ദുരന്തം ഉണ്ടായ വർഷം ഏതാണ്? വൈപ്പിൻ വിഷമദ്യ ദുരന്തം ഉണ്ടായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1982. 1982 വൈപ്പിൻ വിഷമദ്യ ദുരന്തം ഉണ്ടായത്. എറണാകുളം ജില്ലയിലാണ് വൈപ്പിൻ സ്ഥിതി ചെയ്യുന്നത്. അബ്കാരി ആക്ട് 1077 പാസാക്കിയ വർഷം? അബ്കാരി ആക്ട് 1077 പാസാക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1907. 1907 അബ്കാരി ആക്ട് 1077 പാസാക്കിയ വർഷം. ആൽക്കഹോളിൻ്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം? ആൽക്കഹോളിൻ്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം? ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്ററാണ് ആൽക്കഹോളിൻ്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം.